ചികിത്സാ പിഴവ് ആരോപിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുന്നപ്ര സ്വദേശി 70 വയസ്സുകാരി ഉമൈബയാണ് ഇന്നലെ 12 മണിയോടെ മരിച്ചത്. നട്ടലുകുത്തി പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും അതെന്തായിട്ടില്ല. പരിശോധിക്കാതാണ് ഇവിടുന്ന് എന്തായത്, കോട്ടയത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. സൂപ്രണ്ട് വിളിച്ച് ബഹളം വെച്ചിട്ടാണ് എന്താക്കിയത്, ICUയിലോട്ട് ഉമ്മായി മാറ്റിയത്. അപ്പോൾ അത്രയും നേരം ബെഡ് കൊണ്ട് ICUയിലോട്ട് മാറ്റേണ്ട പേഷ്യൻ്റ് ആണെന്ന് HODക്ക് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഉമ്മായി അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവരോട് വന്നിട്ട് PGയോട് വിളിച്ച് ഇത് PG വന്നിട്ട് ഇത് നട്ടലുകുത്തി പരിശോധിക്കുന്ന വിഷയം സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ അവർ വെച്ചാൽ എന്ത് സൂപ്രണ്ടെന്നാണ്. അപ്പോൾ ഈ സൂപ്രണ്ടിന് പോലും ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ വിലയില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക? എവിടെ പോയി ഇത് പരാതി പറയുക? എനിക്കിപ്പോൾ അറിയേണ്ടത് ഞാനിത് എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്നുള്ളതാണ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് കാരണമായത്? ഈ ചികിത്സാ വീഴ്ച, കൃത്യമായ സമയത്ത് ചികിത്സ കൃത്യമായത് നൽകിയില്ല എന്നാണോ? എന്താണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി? സ്മിത, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികളും ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. അതായത് 25 ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായിട്ടുള്ള 70 വയസ്സുകാരി ഉമൈബയെ പനിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എത്തിക്കുന്ന സമയത്ത് നടന്നു വരികയായിരുന്നു ആശുപത്രിയിൽ നിന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സാധാരണ ജലദോഷ പനിയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആശുപത്രിയിലെ ജനറൽ വിഭാഗം മെഡിസിൻ വാർഡിലായിരുന്നു കിടത്തിയിരുന്നത്. അവിടെ ചാർജ് ഷീറ്റിൽ ഡോക്ടർ അമ്പിളി എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ആ ഡോക്ടറെ ഇതുവരെയും ആ രോഗിയോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർമാരോ കണ്ടിരുന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം പോലുമാണ് ഒരു PG ഡോക്ടറെ കണ്ടത്. ആദ്യഘട്ടത്തിൽ ഡോക്ടറെ കണ്ടെങ്കിലും പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടറെ കണ്ടതെന്ന് ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. പിന്നീട് അസുഖം മൂർച്ഛിച്ചു, കോമ സ്റ്റേജിലേക്ക് ആൾ തളർന്നു കിടക്കുന്ന രീതിയിൽ മാറി. അങ്ങനെ ആ സ്ഥിതിയിലേക്ക് മാറിയപ്പോഴാണ് ജീവൻ രക്ഷിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളാൻ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തന്നെ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസങ്ങൾക്ക് മുൻപാണ്, മിനിഞ്ഞാന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പണമില്ല എന്ന് കുടുംബം പറയുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അസുഖം മൂർച്ഛിച്ചു. ഈ ന്യൂമോണിയ ബാധിച്ചു, തലച്ചോറിലടക്കം അണുബാധയുണ്ടായി. ന്യൂമോണിയ ബാധിച്ച് അസുഖം മൂർച്ഛിച്ചാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അങ്ങനെ ഇന്നലെ വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഉമൈബ മരിച്ചു. അങ്ങനെ ഈ മരണത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ട്, ഗുരുതരമായ വീഴ്ചയുണ്ട്. ഡോക്ടർമാർ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അങ്ങനെ വേണ്ട ചികിത്സ, പരിചരണം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉമൈബയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി 11:45 കഴിഞ്ഞ് മകൻ നിയാസും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുൻപിലെത്തി മൃതദേഹവുമായി അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അങ്ങനെ വലിയ പ്രതിഷേധമായി 1 മണിക്കൂറോളം കഴിഞ്ഞു. MLAയോ അല്ലെങ്കിൽ സൂപ്രണ്ടോ, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടോ അവിടെ എത്തി ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിന് ഈ വീഴ്ച ഉണ്ടാക്കിയവർക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ രാത്രി 1:30 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അബ്ദുൽ സലാം അവിടെ എത്തി ഈ സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരോട് സമ്മതിക്കുകയും ബന്ധുക്കളോട് സമ്മതിക്കുകയും ഇവർക്കെതിരെ ഏത് ഡോക്ടറാണോ ഇവരെ ചികിത്സിച്ചത്, ആരൊക്കെയാണോ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സ്റ്റാഫുകളാണ് ഇവരെ പരിചരിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയ ശേഷം ഇന്നലെ രാത്രി 1:30 ബന്ധുക്കൾ അവിടെ വിട്ടുപോയത്. ഇന്ന് രാവിലെ പകൽ 10 മണിക്കാണ് ഉമൈബയുടെ ഖബറടക്കം. സ്മിത. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് ബന്ധുക്കൾക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയതിനു ശേഷമാണ്. ഇന്നിപ്പോൾ ആ വാർത്തയുടെ തുടർ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.